നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റേമൽ ചുഴലിക്കാറ്റ് കരതൊട്ടു. പശ്ചിമ ബംഗാളിലാണ് റേമൽ ചുഴലിക്കാറ്റ് കരതൊട്ടിരിക്കുന്നത്. ശക്തമായ കാറ്റുണ്ടായി. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി ഈ റേമൽ ചുഴലിക്കാറ്റ് കരതൊട്ടപ്പോൾ. എന്തായാലും ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന തിരക്കിലാണ് ദേശീയ ദുരന്ത നിവാരണ സേന. റേമൽ ചുഴലിക്കാറ്റ് വീശുന്നത് 110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിലാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാളിലെ തീരപ്രദേശങ്ങളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല 100,000-ലധികം പേരെ ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്നും ഈ കാറ്റ് കാരണം മാറ്റി പാർപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നൊരുക്കങ്ങൾ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇതിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എക്സിലൂടെയാണ് ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിക്കുകയുണ്ടായി. മാത്രമല്ല നാവികസേന, കോസ്റ്റ് ഗാർഡ്, കരസേന തുടങ്ങിയ സേനകളും ചുഴലിക്കാറ്റിനെ നേരിടാൻ സജ്ജമാണ്. ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും റേമൽ ചുഴലിക്കാറ്റിന്റെ ഭീതിയിലാണ് രാജ്യം. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ മരങ്ങൾ കടപുഴകി വീണു, ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അവലോകന യോഗം ചേർന്നു. എന്തായാലും രാജ്യം സജ്ജമാണ് ഈ കാറ്റിനെ നേരിടാൻ. കേരള തീരത്തെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.0 മുതൽ 2.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ആയതിന്റെ വേഗത സെക്കൻഡിൽ 45 സെന്റിമീറ്ററിനും 71 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ട്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് അറിയിച്ചത്. തെക്കൻ തമിഴ്നാട് തീരത്ത്, അതായത് കുളച്ചൽ മുതൽ കിഴക്കര വരെ ഇന്ന് രാത്രി 11:30 വരെ 2.8 മുതൽ 3.1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ആയതിന്റെ വേഗത സെക്കൻഡിൽ 50 സെന്റിമീറ്ററിനും 81 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.